വിമ എന്ന് പറയുന്ന പെൺകുട്ടി. ആ കുട്ടിയുടെ ഏറ്റവും വലിയ കാര്യം എന്തെന്നറിയോ? ഒരിക്കൽ ഓടുന്ന സമയത്ത് ഗാലറിയിൽ നിന്നിട്ട് അമ്മ കരയുന്നുണ്ട്. കാരണം 16 പേരെ ഓടിച്ചപ്പോ ട്രാക്ക് മാറ്റിച്ചിട്ട് നിനക്ക് ഓടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്, മത്സരമൊന്നുമല്ല, ആ ട്രെയിനർ എന്ത് ചെയ്തു, ആ സൈഡിലേക്ക് മാറ്റി. എന്നിട്ട് ആ വടിയും കൊണ്ട് കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഓടുന്നത് കണ്ട് ഗാലറിയിൽ ഇരുന്നിട്ട് അമ്മ കരഞ്ഞിട്ടുണ്ട്. ചരിത്രം നമ്മൾ പരിശോധിക്കും. എന്നിട്ട് ആ കുട്ടി പിന്നീട് എന്നും 16ാമതായിട്ട് പൂർത്തിയാക്കും. അപ്പോഴേക്കും മറ്റുള്ളവർ 2ഓ 3ഓ ഗ്രൗണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. പക്ഷേ വടിയും കുത്തിപ്പിടിച്ചിട്ട് പോളിയോക്കാരിയായിട്ട് ഓടുമ്പോഴും എന്നെങ്കിലും ഞാനൊരു ഓട്ടക്കാരിയാകുമെന്നൊരു ചിന്തയുണ്ടായിരുന്ന കുട്ടിക്ക് അന്ന് സമൂഹം വിലയിരുത്തിയത്, അയൽപ്പക്കക്കാർ വിലയിരുത്തിയത്, അധ്യാപകർ വിലയിരുത്തിയത് ഒന്നിനും പറ്റാത്ത കുട്ടി എന്നാണ്. ഇന്ന് പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന റുഡോൾഫിനെ അഥവാ വിമ റുഡോൾഫിനെ നിങ്ങളൊന്ന് പഠിക്കണം. അവർ ഓടി ഓടി എത്തിയത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഒളിമ്പിക്സിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടിയും 3 മെഡൽ ഒരു ദിവസത്തിൽ എടുത്തിട്ടില്ല. 100 മീറ്ററിൽ ഫസ്റ്റ്, 200 മീറ്ററിൽ ഫസ്റ്റ്, 400 മീറ്ററിൽ ഫസ്റ്റ്, ഇങ്ങനെ 3 മെഡൽ ഒന്നിച്ചെടുത്ത പെൺകുട്ടിയുടെ പേര് കൂടിയാണ് വിമ എന്നുള്ള പേര് നമ്മൾ പഠിക്കണം, വിമ റുഡോൾഫ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? സമയമില്ലാത്തത് കൊണ്ടാണ് ഗൗരവമേറി ഇങ്ങനെ പറഞ്ഞോട്ട് പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ട്രെയിനർക്ക് പോലുമുള്ള വിലയിരുത്തൽ തെറ്റിപ്പോയിരുന്നു എന്നതാണ്. അവിടെ നമ്മൾ ഒരിക്കലും കുട്ടികളെ പ്രെഡിക്റ്റ് ചെയ്യരുത്, ഇവൻ ഇങ്ങനെയാകും അവൻ അങ്ങനെയാകുമെന്ന്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ കുട്ടിയും അവരുടെ ലോകത്തിലെ ചക്രവർത്തിമാരാണ്. നിങ്ങളത് ഓൺലൈനിലൂടെ പഠിപ്പിച്ചാലും ശരി, അല്ലെങ്കിലും ശരി. ഇനി ഓൺലൈന്റെ കാലഘട്ടമാണ്. ഇനി ഓൺലൈന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേവലം ഓൺലൈൻ അല്ല കേട്ടോ, അതും കൂടി പറയാം. AI ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? AI എത്തി നിൽക്കുന്നത് ഒരു കുട്ടിയുടെ ഡയമെൻഷൻ. എന്താ ഡയമെൻഷൻ? തിങ്കിങ്ങിന് ഡയമെൻഷൻ ഉണ്ട്. ഇപ്പൊ നമുക്കൊക്കെ മാക്സിമം സിംഗിൾ ഡയമെൻഷനിലെ ചിന്തിക്കാൻ പറ്റൂ. സിംഗിൾ ഡയമെൻഷൻ. ഈ അടുത്തിടെ നമ്മുടെ പിന്നെ ബഹിരാകാശ സഞ്ചാരത്തിന്റെ കേന്ദ്രമായിട്ടുള്ള അതിന്റെ റിസർച്ച് സെന്ററിന്റെ ചീഫായിട്ടുള്ള ആളുടെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യനൊരിക്കലും ആകാശ ലോകങ്ങളെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. ആരാ പറയുന്നത്? ഇന്ത്യയിലെ ഇന്നത്തെ സയന്റിസ്റ്റുകളുടെ ചക്രവർത്തിയാ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഒരിക്കലും നമുക്ക് ഇതെല്ലാം കൂടി ചിന്തിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നതാകെ സിംഗിൾ ഡയമെൻഷനിലാണ്. അതുകൊണ്ട് അതിന്റെ ഡബിളിലേക്ക് കടക്കും, ട്രിപ്പിളിലേക്ക് കടക്കും, അങ്ങനെ അങ്ങനെ ഡയമെൻഷൻ മാറി മാറി വരും. ഹാരിസ് സാർ എന്നെ ഉണർത്തുകയായിരുന്നു. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഇനി ഇതൊരു യൂണിവേഴ്സിറ്റി ആക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ നാട്ടുകാരനും പ്രിയപ്പെട്ട ഹാരിസും, അദ്ദേഹം ഒരുപാട് കാട്ടിക്കൂട്ടലിന്റെ ആളല്ല. അതാണ് ഹാരിസ് സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട ഹാരിസ് സാർ കാട്ടിക്കൂട്ടലുകളുടെ ആളല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാ? ഞാൻ ആരെയും കൊച്ചാക്കുകയല്ല. കുറച്ച് കച്ചവടമൊക്കെ തുടങ്ങും, എന്നിട്ടൊരു ബുഗാട്ടി വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു ലംബോഗിനി വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു ബെൻലി വാങ്ങിക്കും, എന്നിട്ട് അതിൽ അദ്ദേഹം പോകുന്നതിനെ സ്വന്തമായിട്ട് ഇങ്ങനെ എന്താക്കും, റീൽസ് ഇട്ടുകൊണ്ടിരിക്കും. ഇവിടെ ആരും ഞാൻ കണ്ടിട്ടില്ല, ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ കച്ചവടത്തെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള സ്റ്റാഫുകൾക്ക് ബെൽഡി വാങ്ങിക്കൊടുത്തൊരു മുതലാളിയെയും ഇന്നേ വരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. അയാൾ തന്നെ സ്വന്തം ബെൽഡി ഓടിച്ചിങ്ങനെ പോകുന്ന കഥയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അയാൾ വെറുതെ ഇരിക്കായിരിക്കും, അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്തതൊക്കെ വേറെ കുറെ ആൾക്കാരായി. അതുകൊണ്ട് നിങ്ങളിൽ ഒരുവനായി, നിങ്ങളുടെ കൂട്ടത്തിലായി ഞാനിതൊരു വിമൻസ് യൂണിവേഴ്സിറ്റി ആക്കണമെന്ന് ഞാൻ അറിയാതെ പറഞ്ഞപ്പോ മൊബൈലിൽ കാണിച്ചു തരായിരുന്നു. ഇതിന്റെ പേര് തന്നെ വിമൻസ് യൂണിവേഴ്സിറ്റി എന്നാണ് എന്ന്. 2023 നിങ്ങൾ വിമൻസ് യൂണിവേഴ്സിറ്റി എന്ന പേര് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ പെഡഗോഗികൾ പൂർത്തിയാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ AI കുറിച്ച് പറയുമ്പോൾ AI ടീച്ചിങ് മെത്തഡോളജി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാനാണ് ആ പാവം അവിടുന്ന് എഴുന്നേറ്റ് ഇതുവരെ വന്നിട്ട് എനിക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് AI ഇനി ഒരുപാട് ലോകത്തിലൂടെ കടന്നു പോകും. ആ ലോകത്തിൽ ഡയമെൻഷനുകൾ മാറും. എന്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോട് ഞാൻ പറയാം, കാരണം ഇനി സബ്ജക്റ്റ് അല്ല നമ്മൾ പഠിപ്പിക്കേണ്ടി വരിക. കാരണം ഒരു കുട്ടിക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പല ആംഗിളും അറിയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി ഇംഗ്ലീഷിൽ എഴുതണം. ആ കുട്ടിയോടുള്ള ചോദ്യം ടൂറിസവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. അപ്പൊ ആ കുട്ടി ടൂറിസവുമായി ബന്ധപ്പെട്ടതിൽ ലിങ്ക് ചെയ്യണം. അവിടുത്തെ സോഷ്യൽ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അപ്പൊ സോഷ്യോളജിയെ കുറിച്ചിട്ട് ആ കുട്ടി എഴുതണം. ആ കുട്ടി സോഷ്യോളജിയുമായി ബന്ധപ്പെടുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സൈക്കോളജിയെ കുറിച്ച് അതിൽ ചോദ്യം ഉണ്ടാകും. അപ്പൊ സൈക്കോളജിയെ കുറിച്ച് പഠിക്കണം. അതിൽ ചിലപ്പോ കണക്കുകളെ കുറിച്ചിട്ടുണ്ടാവും, എത്ര പൈസ ചെലവാകും എന്നതിന്റെ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അക്കൗണ്ടൻസിയെ കുറിച്ചിട്ട് അമാൽഗമേഷനും അബ്സോർപ്ഷനും റീകൺസ്ട്രക്ഷനും റീകൺസിലേഷനും ആ കുട്ടി പഠിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞു? ഇതൊക്കെ ഏത് കാലത്താ വരിക സാറേ എന്ന് ചോദിക്കും. വന്നു കഴിഞ്ഞു. ഉദാഹരണത്തിന്
ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ അതോ വേണ്ടേ? നിർത്തണോ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? വിശക്കുണ്ടാവും, ചോറ് തരും നിങ്ങൾക്ക് അല്ലേ? ചോറില്ലേ ആയിസേ? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ വളരെ ശ്രദ്ധിക്കും. ഇനിയുള്ള കാലഘട്ടം പറയാം. ഒരു കുട്ടിക്ക് വരുന്ന ചോദ്യം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് വരുന്ന ചോദ്യം എന്താണെന്നറിയോ? മൂന്നാറിനെ കുറിച്ച് വിശദീകരിക്കുക. അപ്പൊ എന്തിനെ പറ്റി വിശദീകരിച്ചാൽ മതി? എന്താ നിങ്ങൾ പറയാത്തെ? മൂന്നാറിനെ കുറിച്ച് വിശദീകരിച്ചാൽ മതി. കാരണം ഇതാ കേരളത്തിൽ നിന്ന് ഇത്ര ദൂരെയാണ് മൂന്നാറിൽ ഇന്നതൊക്കെയാണ്, പിന്നെ അവിടുത്തെ ചെമ്മരിയാട് അല്ലെങ്കിൽ വരയാട് വലിയൊരു സംഭവമാണ്, അവിടെ പിന്നെ 100 വർഷം കൂടുമ്പോൾ നീലക്കുറിഞ്ഞികൾ പൂക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് മൂന്നാറിനെ കുറിച്ചാണ് എഴുതിയാൽ മതി. ഇനിയുള്ള ചോദ്യം എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? ഞങ്ങൾ 3 പേര് കേരളം സന്ദർശിക്കാൻ വേണ്ടി വരുന്നു. ആര്? പുറത്തുനിന്ന് 3 പേര്. കേരളത്തിൽ എത്ര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്? അതിൽ ഏറ്റവും ബെസ്റ്റ് ഏത്? ഞങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് എത്ര? അവിടുത്തെ ആളുകളുടെ സൈക്കോളജി എന്താണ്? അവിടുത്തെ സോഷ്യൽ കാലാവസ്ഥ എന്താണ്? വേറെന്തെങ്കിലും റിവോർട്ടുകൾ ഉണ്ടോ? അവിടുത്തെ ഹിസ്റ്ററി എന്തൊക്കെയാണ്? പൈതൃകങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്? അത് നിങ്ങൾ എങ്ങനെ സജസ്റ്റ് ചെയ്യും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞങ്ങളാകെ 5 ഡേയ്സേ ഉള്ള 5 ഡേയ്സ് കൊണ്ട് ഇത് മുഴുവൻ എന്താക്കണം, ഞങ്ങൾക്ക് തീർക്കണം. അപ്പൊ ഇതിൽ എന്തൊക്കെ കടന്നു വരുന്നു? ഹിസ്റ്ററി കടന്നു വരുന്നുണ്ടോ ഇല്ലേ? സോഷ്യോളജി കടന്നു വരുന്നു, സൈക്കോളജി കടന്നു വരുന്നു. നന്നായിട്ട് സുന്ദരമായി ഇംഗ്ലീഷിൽ അത് എഴുതണമെങ്കിൽ ലിറ്ററേച്ചറും അല്ലെങ്കിൽ ഫങ്ഷണൽ ഇംഗ്ലീഷും കടന്നു വരുന്നു. പോരാ, ഇവിടുത്തെ പൊളിറ്റിക്സ് കടന്നു വരുന്നു, ഇവിടുത്തെ ഹെൽത്ത് കടന്നു വരുന്നു, അതിന്റെ അക്കൗണ്ടൻസി കടന്നു വരുന്നു. നിങ്ങൾ ഇത്ര ചെലവാണ് ആക്കേണ്ടത് എന്ന്. ഇതിനാണ് കൊളാബറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കൊളാബറേഷൻ. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകുമ്പോൾ ഇതെല്ലാം ടെക്കിയിൽ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്നോളജി കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള വിദ്യാഭ്യാസം അങ്ങനെ വിശദീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പഠിച്ചതിൽ നിന്നും വീണ്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുക എന്നതാണ്. ഒരുപാട് ഉയരങ്ങളിലേക്ക്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെ അമർന്നിരിക്കരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഒതുങ്ങരുത്. ഇവിടെ നിങ്ങളെ പഠിപ്പിച്ചത് ഒരു ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷന്റെ അപ്പുറത്തേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് യൂറോപ്പിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കോൺഫിഡൻസ് ഉള്ളവരെന്ന് കൈവയ്ക്കട്ടെ. കോൺഫിഡൻസ് ഉണ്ട്, ഉറപ്പല്ലേ? ഉണ്ട്. എന്നാൽ ശരി, യൂറോപ്പിന്റെ ഒരു സിസ്റ്റം പറയാം. ആ കുട്ടികൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ട രീതി എന്താണെന്നറിയോ? ഹൗ ടു മാനേജ് പീപ്പിൾ എന്നതാണ്. അതിന് മറുപടി ഒന്ന് പറഞ്ഞാട്ടെ. അവിടുത്തെ ടീച്ചേഴ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കല്യാണത്തിന് പോകുന്ന കുട്ടികൾക്ക്, മാരേജ് ഫംഗ്ഷന് പോകുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ മാർക്കാണ്. എങ്ങനെ നമ്മൾ പഠിപ്പിക്കും? ഞങ്ങൾ ട്യൂഷന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും എന്ന് പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും എന്നെ ഇന്റഗ്രേറ്റഡ് ആവും. കാരണം കല്യാണത്തിന് ഇപ്പോൾ മാരേജ് ഫംഗ്ഷനിലേക്ക് പോകുന്ന കുട്ടിക്ക് ഒരു പ്രത്യേക ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ റെസിപ്പി, എത്ര ആളുകളോട് നിങ്ങൾ ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കി, എത്ര ആളുകളോട് നിങ്ങൾ ബന്ധപ്പെട്ടു, സോഷ്യൽ റാപ്പോ എത്രത്തോളം ഉണ്ടായി, നിങ്ങൾ ഏതൊക്കെ ഫ്രണ്ട്സിനെയാണ് ബന്ധപ്പെട്ടത്, അവരുടെ ഫീൽഡ് എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകും. അതാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ മാറാൻ പോകുന്നു. ഒരു പക്ഷേ കേരളത്തിലും മാറിയേക്കാം. ഈ സിസ്റ്റം ഏറ്റവും മനോഹരമായി നടക്കുന്ന ഫിൻലാൻഡ്, ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റമാണ്. ആ ഫിൻലാൻഡിൽ കഴിഞ്ഞ 6 മാസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പോയിട്ട് സന്ദർശിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഫിൻലാൻഡിൽ പോയി സന്ദർശിച്ചു. ഞാനൊരു 15 വർഷമായിട്ട് ഫിൻലാൻഡിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. യൂറോപ്പിലെ ഏകദേശം 10-18ഓളം രാജ്യങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഫിൻലാൻഡിൽ പോകുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് വരെ പരീക്ഷയേ ഇല്ല. മനസ്സിലാകണ്ടോ? +2 പരീക്ഷയുണ്ട്, മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ. അതെന്തിനാണെന്നറിയോ? യൂണിവേഴ്സിറ്റിയിലേക്ക് എന്തിനു വേണ്ടിയിട്ട്? ആ എക്സാം നിർബന്ധമായതുകൊണ്ട്. അല്ലെങ്കിൽ അതും ഉണ്ടാകില്ല. There is no ranking system. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് എന്ന് പറയുന്ന റാങ്കേ അവിടെ നമുക്കില്ല. പിന്നെ ബാക്ക് ബെഞ്ച് സിസ്റ്റം, അത് നമ്മുടെ ഇവിടെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ റൗണ്ടൊക്കെ ആലോചിച്ച് തുടങ്ങിയത്. പക്ഷെ ആ ഇരുത്തം പോലും ശരിയല്ല. ഞാൻ ഗവൺമെന്റിനെ തിരുത്തല്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ യു ഷേപ്പിലാണ് ഇപ്പൊ നമുക്ക് കാണിച്ചത്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചത്. യു ഷേപ്പിൽ ഇരുന്നിട്ട് നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങുകൾ അവതരിപ്പിച്ച ഒരാളെന്ന നിലക്ക് പറയാണ്, ഒരു മനുഷ്യന്റെ നെക്ക് എന്തായിരിക്കും? ശരിയാവും. കാരണം ഇങ്ങനെ ഇരുന്ന് ടീച്ചറെ നോക്കണം, അതിൽ കഴുത്ത് ശരിയായി പോകും. അതിനെക്കുറിച്ചൊന്നും പഠിക്കാതെയാണ് ഇപ്പൊ നമ്മൾ യു ഷേപ്പ്, ഫ്രണ്ട് ബെഞ്ച് ഒഴിവാക്കാനുള്ള സിസ്റ്റം കൊണ്ടുവന്നതാണ്. പക്ഷെ ഫ്രണ്ട് ബെഞ്ച് ഒഴിവാക്കാനുള്ള സിസ്റ്റം ഏതാണെന്നറിയോ? നമ്മൾ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ഒക്കെ കിട്ടുമ്പോൾ ഓഫ്ലൈനാണ് ഞാൻ പറയുന്നത്. റൗണ്ട് ടേബിളാണ്, അതിൽ 5 കുട്ടികൾ ഉണ്ടാവുക എന്നതാണ്.
ആ റൗണ്ട് ടേബിളിൽ ഇങ്ങനെ മൊത്തത്തിൽ ഉണ്ടാവുക, ടീച്ചേഴ്സ് എല്ലാവരിലേക്കും നടന്നെടുക്കുക. ദർ ഈസ് നോ ബോർഡ് സിസ്റ്റം. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? അപ്പോ ഡയമെൻഷൻ മാറുന്നു. ക്ലാസ് റൂമിലെ 4 ഭാഗത്തും ബോർഡ് ഉണ്ടാകും. ഞാൻ പറഞ്ഞ മനസ്സിലാണോ? കേൾക്കാൻ താല്പര്യമില്ലേ? പറഞ്ഞ മനസ്സിലായോ? ക്ലാസ് റൂമിന്റെ 4 വാൾസ് ഉണ്ടല്ലോ, ആ വാൾസ് മുഴുവൻ എന്തായിരിക്കും? ബോർഡുകളായിരിക്കും. എങ്ങനത്തെ ബോർഡ്? വൈറ്റ് ബോർഡ് അല്ല. ഞാൻ അങ്ങനത്തെ ക്ലാസ് റൂമിൽ കയറിയിട്ടുണ്ട്. എന്റെ 2 മക്കളും ഞാനും കൂടി അതിൽ കയറി, ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് എന്നെ മെറ്റയിലേക്ക് കയറ്റി, അവസാനം വാളിൽ ഇങ്ങനെ തൊടുന്ന സമയത്ത് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, ആ സബ്ജക്റ്റുകൾ മുഴുവനും ആര് പറഞ്ഞു തരും? വാൾസ് പറഞ്ഞു തരും. വാൾസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓസ്ട്രേലിയൻ ക്ലാസ് എടുക്കണോ, അതോ UK കാരൻ ക്ലാസ് എടുക്കണോ, അതോ പിന്നെ നിങ്ങൾക്ക് അമേരിക്കക്കാരൻ ക്ലാസ് എടുക്കണോ എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് വാളിൽ നിൽക്കിയാൽ മതി. അതിന് പ്രത്യേകിച്ച് നിൽക്കാനൊന്നുമില്ല. വാളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ അവിടുന്ന് വിശദീകരണം വരും. അത് നിങ്ങൾക്ക് 4 ടൈപ്പിലുള്ള ആളുകൾ വിശദീകരിക്കണം. ഒരാൾ മലയാളത്തിൽ വിശദീകരിക്കണം, ഒരാൾ ഇംഗ്ലീഷിൽ വിശദീകരിക്കണം, ഒരാൾ ഫ്രഞ്ചിൽ വിശദീകരിക്കണം, ഒരാൾ അറബിയിൽ വിശദീകരിക്കണം എന്ന 4 ക്ലാസ്സുകളും ക്ലാസ് റൂമിൽ അധ്യാപകരില്ലാതെ വാൾസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ടീച്ചർലെസ് ക്ലാസ് റൂം വരാനിരിക്കുന്നു. ടീച്ചർലെസ് ക്ലാസ് റൂം, ടീച്ചറില്ലാത്ത ക്ലാസ് റൂം. അപ്പൊ നിങ്ങൾ ഏതിലേക്ക് മടങ്ങുന്നറിയോ? നീ കപ്പാസിറ്റി കൂട്ടാൻ പറഞ്ഞത് അതിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഏതിലേക്ക് മടങ്ങും? നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തോട് കോപ്പപ്പ് ചെയ്യുന്ന അതീവ ജാഗ്രതുള്ള ടീച്ചേഴ്സായിട്ട് മാറണം. അങ്ങനെ മാറണമെങ്കിൽ എക്സ്ട്രാ ബ്രെയിൻ നമുക്കുണ്ടാകണം. ഇതൊക്കെ ഏത് കാലത്താ വരിക സാറേ എന്ന് ചോദിച്ചാൽ, ഇത് ദുബായിൽ എത്തിക്കഴിഞ്ഞു, അധികം താമസിയാതെ നമ്മുടെ ഇന്ത്യയിലും എത്തും. ഇന്ത്യ ഇങ്ങനെ മെല്ലെപ്പോക്കിന്റെ ഒരു രാജ്യമായതുകൊണ്ട് എന്നെത്തും എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ നമുക്ക്. പക്ഷെ ഞാൻ പറയാ, നിങ്ങൾ വിദേശത്തുള്ള രാജ്യത്തിലെ കുട്ടികളെ ഇവിടെ ഇരുത്തിയിട്ട് പഠിപ്പിക്കണം. ഇവിടെ ഇരുത്തിയിട്ട് ഇപ്പൊ നിങ്ങളറിയോ, ഇന്ത്യയിലേക്ക് അധികമൊന്നും വിദേശ രാജ്യത്തിലെ കുട്ടികൾ പഠിക്കാൻ വരാറില്ല. IIT-യിലേക്കും IIM-ലേക്കും ഒന്ന് വന്നു നോക്കുന്നു എന്നതല്ലാതെ. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന കേപ്പബിലിറ്റിയിലേക്ക്, കപ്പാസിറ്റിയിലേക്ക് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് മാറുന്ന കാലം വരണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ടീച്ചേഴ്സും, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ടീച്ചേഴ്സും അങ്ങനെ ആയി മാറുന്ന ഒരു കാലം വരണം. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊക്കെ എൻ്റെ പെങ്ങന്മാരെ പോലെ, എൻ്റെ മക്കളെ പോലെ ഞാൻ കാണുന്നു. ഞാൻ പറഞ്ഞാൽ എൻ്റെ മോൾ ഇവിടെ ഇരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കോൺഫിഡൻസ് ലെവൽ കൂട്ടലാണ്. ഇവിടെ ലാംഗ്വേജ് പഠിക്കാൻ നിങ്ങൾ പറയുമ്പോൾ ആ ലാംഗ്വേജിന്റെ പലപ്പോഴും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ അതേപോലെ ഒരു ചോദ്യം കൂടി ഇവിടെ ഒന്നും കൂടി ചോദിച്ചോട്ടെ. ഒരു സെന്റൻസ് ഞാൻ പറയാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുമെന്നറിയോ? ഞാൻ 10,000 രൂപ വീണ്ടും തരാം. പക്ഷെ ചെറിയൊരു വാക്കാണ്, വലിയ വാക്കൊന്നുമല്ല, ചെറിയൊരു വാക്ക്. സാറ് പറയരുത് കേട്ടോ, ഇംഗ്ലീഷിന്റെ മെയിൻ ആൾക്കാർ പറയരുത്. ഇറ്റ്സ് എ കേസ് ബാക്ക് ടു ഓൺ ടു ഓഫ്. ഞാൻ എന്താ പറഞ്ഞത്? പറയുന്നവർക്ക് 10,000 രൂപ. പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ഒന്നും കൂടി പറയാം. ഇറ്റ്സ് എ കേസ് ബാക്ക് ടു ഓൺ ടു ഓഫ്. ഒന്നും കൂടി പറയണോ? ഫൈനൽ. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് മിസ്സായി? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറഞ്ഞു, ഇപ്പൊ 10,000 നിങ്ങൾക്ക് മിസ്സായത് ഏതുപോലെയാണോ, ഭാവിയിൽ 10 ലക്ഷവും 1 കോടിയും നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ നോളേജിനേക്കാൾ പവർഫുൾ ആക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത് കുറച്ച് കുറവായത് കൊണ്ടാണ്. ഞാൻ നിങ്ങളെ കൊച്ചാക്കുകയല്ല, നിങ്ങൾക്ക് ഇതെന്താണെന്ന് തിരിയാതെ പോയത്. ബറാക് ഒബാമ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ പ്രസംഗത്തിൽ, മാസ്മരികമായ പ്രസംഗത്തിൽ, പക്ഷേ മാർട്ടിൻ ലൂതർ കിങ് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രഭാഷകൻ എന്നറിയപ്പെടുന്ന ബറാക് ഒബാമ, അദ്ദേഹം ആദ്യത്തെ പ്രസംഗത്തിൽ 4 പ്രാവശ്യം ടൈറ്റിൽ സഹിതം ഈ വാക്കുച്ചരിക്കുന്നുണ്ട്. ഇന്നേ വരെ നമ്മളിത് കേട്ടിട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് 10,000 മിസ്സായി. അങ്ങനെ എത്രയോ ലക്ഷങ്ങൾ, എത്രയോ കോടികൾ നമുക്ക് നഷ്ടപ്പെടും. ഭാവിയിൽ നിങ്ങളൊരു ഇന്റർവ്യൂയിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളെ ആ കുട്ടികളെ എന്താക്കുന്നറിയോ? ലാംഗ്വേജ് മാറ്റിക്കൊണ്ട് എന്താക്കും? നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യിക്കും. അതോടുകൂടി നമുക്ക് കിട്ടാതെയാകും. ഞാനിപ്പോ നെഗറ്റീവാണ് പറഞ്ഞതിന്റെ പോസിറ്റീവ് പറയാം. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് AI-യിലൂടെ ഇംഗ്ലീഷ് പഠിക്കണം. AI-യിലൂടെ. അപ്പൊ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിന് പുറമെ AI നമുക്ക് പറഞ്ഞു തരും. കുറെ കട്ട് ചെയ്തുകൊണ്ടാണ്. ഉദാഹരണത്തിന്, ഐ ആം കമ്മിങ് ഫ്രം കേരള എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നു. അപ്പൊ ആ സമയത്ത് അവർ ചോദിക്കുന്നു, why are you using ing here? Because you are sitting in front of me. നീ ഇപ്പോൾ ഇരിക്കുന്നതിന്റെ മുമ്പിലാണ്, എന്തിനാ ഇവിടെ ing ഫോം ഉപയോഗിക്കുന്നത് എന്ന് AI നിങ്ങളോട് ചോദിക്കും. ഐ ആം കമ്മിങ് ഫ്രം എന്ന് ഉപയോഗിച്ചിരുന്ന ആ സാധനം വേണ്ട എന്ന് AI നിങ്ങളോട് പറയും. ഐ ആം കമ്മിങ് ഫ്രം എന്നത് മാറ്റി ഐ ആം കം ഫ്രം. അത് മാറ്റിയിട്ട് നിങ്ങളോട് പറയും, കം ഒഴിവാക്കിയേക്ക്, ഐ ആം ഫ്രം.
ഐ ആം ഫ്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ്? ഐ ആം സുലൈമാൻ ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അത്ര സ്റ്റാൻഡർഡൈസേഷന്റെ. ഞാനൊരിക്കല് പ്രിയപ്പെട്ട ശശി തരൂർജിയോട് ചോദിച്ചു, പാർട്ടി ഏതുമാകട്ടെ, അവസ്ഥകൾ ഏതുമാകട്ടെ, അദ്ദേഹം ഒരു വലിയൊരു എഡ്യൂക്കേഷനിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, നിങ്ങൾ പറയുന്ന പ്രസംഗങ്ങൾ ഏകദേശം 70% ആൾക്കാർക്ക് തിരിയുന്നില്ല. അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എന്തിനാ ഇത്ര കോംപ്ലിക്കേഷൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദാറ്റ്സ് ശശി തരൂർ. അതാണ് ശശി തരൂർ എന്നത്. എന്റെ വെറുതെ തമാശ പറഞ്ഞു, നമ്മൾ പറയുന്നത് ഏകദേശം 30% ആളുകൾക്ക് തിരിയരുത്. അതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. പറഞ്ഞു മനസ്സിലാണ്ടോ? സാറി ഇന്ന് ചിരിക്കാം അല്ലേ? ഷേക്സ്പിയർ പറഞ്ഞതെല്ലാം നമുക്ക് തിരിയും. ഞാൻ ഷേക്സ്പിയറിന്റെ സമ്പൂർണ്ണ കൃതികൾ ഒരുപാട് വട്ടം വായിച്ചു നോക്കി. കിക്ക് ദ ബക്കറ്റ് എന്നൊക്കെ ഉപയോഗിക്കാം മരണത്തിന് വേണ്ടി, അല്ലേ സാറേ? കിക്ക് ദ ബക്കറ്റ്. നമ്മളതിന് അർത്ഥം കൊടുക്കൽ എന്താ? ബക്കറ്റിനെ ചവിട്ടുന്നു എന്നാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഡെത്ത് എന്നാണ്. ഷേക്സ്പിയർ ഇങ്ങനെ നൂലാമാലയായിട്ടാ ലാംഗ്വേജ് ഉപയോഗിച്ചേ. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾക്കത് പറയാൻ പറ്റും. നിങ്ങൾ AI-യിലൂടെ പല രീതിയിലുള്ള എന്തുണ്ട്, നിങ്ങൾക്ക് അതിന്റെ AI ടൂളുകളുണ്ട്. അതിലൂടെ നിങ്ങൾ പഠിച്ചോ. ഇവിടെ ഇരിക്കുന്ന ഓരോ ടീച്ചേഴ്സും അങ്ങനെ പഠിച്ചോ. രണ്ടാമത്, നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് ക്ലാസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നടത്തുക എന്ന് നിങ്ങൾ പഠിക്കണം. ലാംഗ്വേജ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ക്ലാസ് മാനേജ്മെന്റ്. അതിൽ നിങ്ങൾ ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പക്ഷേ, ഞാൻ എന്നാളൊരു കുട്ടിയെ കണ്ടിരുന്നു കോഴിക്കോട് വെച്ചിട്ട് ഇതേപോലെ പ്രോഗ്രാമിൽ. അവൾ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഫിസിക്സ് ടീച്ചറാണ്. ആ സമയത്ത് ഞങ്ങളൊരു അതിശയത്തോട് കൂടിയിട്ട് നോക്കിയപ്പോൾ അവൾ പറയാണ്, ഞാൻ വിചാരിക്കും ഞാൻ പറയുന്നത് തള്ളലാണ് എന്നുള്ളത്. ഞാൻ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് എടുക്കേണ്ടതെന്ന്. കാരണം ഓൾ ഇന്ത്യ ലെവലിലുള്ള എൻട്രൻസ് കോച്ചിങ് സെന്ററിലെ ഫിസിക്സ് ടീച്ചർ ആയതുകൊണ്ട് ഡെയിലി ആയിരങ്ങളോട് ക്ലാസ് എടുക്കുന്ന ആളാണ്. അത് ചിലപ്പോൾ ഒരേ സമയത്ത് തന്നെ 10,000 സ്റ്റുഡൻസ് ഒക്കെയാണ് അത്ര അവരെ ഇതിലേക്ക് വരിക, വ്യൂസിലേക്ക് വരിക. അതുകൊണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല. അപ്പൊ ഈ ലക്ഷക്കണക്കിന് കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കണം നമുക്ക്, നമ്മൾ എന്ന ടീച്ചേഴ്സിന്. സാധാരണ ക്ലാസ് റൂമിൽ വെറും 50 കുട്ടികളെ മാനേജ് ചെയ്താൽ പോരാ. അതുകൊണ്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്? ക്ലൗഡ് സിസ്റ്റം എന്താണ്? ഹൊറിസോണ്ടൽ സിസ്റ്റം എന്താണ്? സർക്കിൾ സിസ്റ്റം. ആ സർക്കിളിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റും? ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പ്രസംഗിക്കുന്ന സമയത്ത് ഓരോ മൂലയിലേക്കും മാറി മാറി നോക്കുന്നത്? കാരണം അതൊരു ക്ലൗഡ് സിസ്റ്റമാണ്. എല്ലാ ആളുകളെയും ഒരേപോലെ ശ്രദ്ധിക്കുക എന്ന സിസ്റ്റമാണ്. ഇതേപോലെ നമ്മൾ ഒരു വൺ വേ ടോക്ക് നടത്താതെ ലോകത്തിൽ ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്ന അവസ്ഥയിൽ നമ്മൾ സംസാരിക്കണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും മാനേജീരിയൽ സ്കില്ലുള്ള ഓരോ കുട്ടികളായിട്ട് മാറുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ പറയണം. രണ്ടാമത്തത്, ഓരോ കുട്ടിയെയും ഡിഫറെന്റ് മെത്തഡോളജിയിലൂടെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് ഡിഫറെന്റ് ആളുകളാണ്. സോ മെനി മെൻ, സോ മെനി മൈൻഡ് ആൻഡ് സോ മെനി യൂണിവേഴ്സ്. ഓരോ കുട്ടികളും ഓരോ ലോകമാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ മറക്കല്ലേ. ഡാൻഡെ റോസറ്റ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, ചിത്രകാരനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ, പിന്നെ പിക്കാസോയെ പോലെയുള്ള വലിയ ചിത്രകാരൻ ഡാൻഡെ റോസറ്റെ. റോസറ്റയുടെ അരികിൽ ഒരു പാവം മനുഷ്യൻ വരുന്നു, വടിയും കുത്തി പിടിച്ചുകൊണ്ട് കുറച്ച് പിക്ചറുമായിട്ട്. ഡാൻഡെ റോസറ്റയെ കാണുന്നു. എന്നിട്ട് പറയുന്നു, സാർ, ഇതൊന്ന് നോക്കൂ നിങ്ങൾ, എന്റെ പിക്ചറുകൾ എങ്ങനെയുണ്ട്? അദ്ദേഹം ആ പിക്ചറുകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റുന്നു. എന്നിട്ട് പറഞ്ഞിട്ട്, ഇതൊന്നും അത്ര പോരാ സാർ എന്ന് നല്ല സൗമ്യമായിട്ട് മറുപടി പറയുന്നു. അപ്പൊ അദ്ദേഹം ബാഗിൽ നിന്ന് വേറെ കുറെ ചിത്രങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. എന്ന് പറഞ്ഞു, സാർ, ഇതെങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കൂ എന്ന്. അപ്പൊ ഡാൻഡെ റോസറ്റെ തന്റെ ചിത്രകലാ വൈഭവത്തിന്റെ കണ്ണുകൊണ്ട് അന്തിച്ച് വിശാലമായി നോക്കുന്നു. ഇത് വളരെ നന്നായിട്ടുണ്ട്, ആരാണ് ഇത് വരച്ചത് എന്ന്. ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നു, ഇതൊക്കെ ഞാനാ വരച്ചത് എന്ന്. ആദ്യം കാണിച്ചു കൊടുത്ത പിക്ചേഴ്സ്, ഇതാരാ വരച്ചത് എന്ന ചോദ്യത്തിന് ആ പാവം മനുഷ്യൻ കൊടുത്ത മറുപടി, ഇതും ഞാനാ വരച്ചത് എന്ന്. ഡാൻഡെ റോസറ്റെ അതിശയത്തോടു കൂടി ചോദിച്ചു, എന്താ ഇത്ര ദൂരം? അപ്പൊ പറഞ്ഞു, വരക്കാൻ അറിയുന്ന എന്നെ വരയെല്ലാം ഒഴിവാക്കിയിട്ട് പഠിക്കാനിരുത്തിയ എന്റെ ടീച്ചേഴ്സാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്നാണ് ഡാൻഡെ റോസറ്റയോട് കൊടുത്ത മറുപടി. ദയവ് ചെയ്തിട്ട് വരക്കാൻ അറിയുന്നവരുടെ കൈകൾ നമ്മൾ വെട്ടല്ലേ, ഓടാൻ കഴിയുന്നവന്റെ കാലുകൾ നമ്മൾ വെട്ടല്ലേ, പ്രസംഗിക്കാൻ കഴിയുന്നവന്റെ നാവിനെ നമ്മൾ പിഴുതെറിയല്ലേ, എന്നിട്ട് ഡോക്ടർ എന്നും എഞ്ചിനീയർ എന്നും പറഞ്ഞിട്ട് മാത്രം തിരിക്കല്ലേ. പകരം അവൻ സമൂഹത്തിന്റെ ഓട്ടക്കാരനാകേണ്ടവരാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള കഥാപാത്രം നിങ്ങൾക്കറിയാവുന്ന കഥാപാത്രം. 7ാം ക്ലാസ്സിലെ പഠിക്കാതെ വരുന്ന കുട്ടിയെ നോക്കിയിട്ട് പുറത്തു പോ, ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ അധ്യാപകൻ. അങ്ങനെ സങ്കടത്തോടെ വിശന്ന് വശനായി പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ കുട്ടിയോട് മർമ്മർ പോലെ ഒരു തരം മർമ്മരമുണ്ടല്ലോ, ചെറുതായിട്ടൊരു സംസാരം. ഇയാൾ പറഞ്ഞത് എന്താന്നൊരു അധ്യാപകൻ, നീ ഇനി ഫിഷർമാനാകാൻ പോയിക്കോ എന്നാണ്. മീൻ കച്ചവടക്കാരനായിക്കോ അല്ലെ മീൻ പിടുത്തക്കാരനായിക്കോ. ആ സമയത്ത് ആ കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് നേരെ അധ്യാപകൻ പിന്നെയും തുടർന്നു, ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർത്തു,
നിന്റെ വാപ്പയെയും കൂട്ടിക്കോ എന്ന്, അച്ഛനെയും കൂട്ടിക്കോ, നിന്റെ അച്ഛനെ നീ കൂട്ടിക്കോ എന്ന്. ഒരു അധ്യാപകന്റെ അങ്ങേയറ്റത്തെ വാക്കും പുറത്തേക്ക് വന്നു. തിരിച്ചു കണ്ട് വന്നിട്ട് കസേരങ്ങനെ ഉയർത്തി. പാവം കുട്ടി അടിച്ചില്ല എന്നേ ഉള്ളൂ. തന്റെ ജീവിതത്തിൽ നിന്ന്, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കുട്ടിയെ ഈ അധ്യാപകനെ കാണാൻ ഇന്ന് നാണമുണ്ടാകും. ആ കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അധ്യാപകരായ ആളുകൾ, വിലയിരുത്തുന്ന ആളുകളല്ല കുട്ടികൾ. അധ്യാപകർക്ക് വിലയിരുത്താൻ പറ്റുന്നതിന്റെയും എത്രയോ ദൂരത്താണ് നമ്മുടെ കുട്ടികൾ. ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളെ നമ്മൾ പഠിക്കണം. ഈ കുട്ടിയുടെ മറ്റൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിശന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു പാവം പെണ്ണ് ബർഗർ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ മാടി വിളിച്ച സംഭവം. ബർഗർ കഴിക്കാൻ പൈസയില്ല. രാത്രി 1 മണിക്ക് അപ്പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് ഒരു പാവം അവിടുത്തെ ഗേൾ ഇങ്ങനെ വിളിക്കാണ്, മോനെ ഇങ്ങോട്ട് വാ. അന്ന് വയസ്സ് 11. ആ 11കാരൻ അന്ന് കൊടുത്ത ബർഗർ കടിച്ചുകൊണ്ട് പോകുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് കിനാവുണ്ടായിരുന്നു. കാലങ്ങൾക്ക് ശേഷം തന്റെ രാജ്യത്ത് വന്നിറങ്ങുമ്പോ എയർപോർട്ടിന്റെ പേര് പോലും തന്റേതാണ്. ദ ഗ്രേറ്റ് റൊണാൾഡോയുടെ പേരാണ്. റൊണാൾഡോ ആദ്യം അന്വേഷിക്കുന്നത് ഈ സ്ത്രീ എവിടെ എന്നാണ്. ഇന്ന് അദ്ദേഹത്തിന് 40 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒരുപാട് കാലം മുമ്പ് നടന്ന കഥയല്ല. ആ പാവം സ്ത്രീ അന്വേഷിച്ചപ്പോ അവരെവിടെയാണെന്ന് അറിയില്ല. അവസാനം ഒരു ഇന്റർവ്യൂവിൽ റൊണാൾഡോ അത് പറയുന്നു. ഇങ്ങനൊരു പെണ്ണെനിക്ക് അന്ന് ബർഗർ തന്നു എന്ന് പറയുമ്പോ ആ പാവം ഇന്റർവ്യൂവിൽ ഇരുന്ന് കരയുന്നു. ആ പെണ്ണത് കാണുന്നു. അവര് വരുന്നു, റൊണാൾഡോയെ പുൽകുന്നു. റൊണാൾഡോ ഗിഫ്റ്റായിട്ട് തിരിച്ചു കൊടുത്തത് എന്താണെന്നറിയോ? അന്നത്തെ ഒരു ബർഗറിന് പകരമായി കൊടുത്തത് തന്റെ രാജ്യത്ത്, പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ ഒരു റെസ്റ്റോറന്റ് ആണ് ആ പെണ്ണിന് തിരിച്ചങ്ങണ്ട് കൊടുത്തത്. അതാണ് ഒരു ടീച്ചറേക്കാൾ ഒരു പക്ഷേ അടുക്കളയിൽ വേല ചെയ്യുന്ന ഒരു പാവം സ്ത്രീക്ക് കണ്ടെത്താൻ പറ്റും ഒരു പാവം കുട്ടിയുടെ രോദനം എന്താണ് എന്ന്. അതുകൊണ്ട് ടീച്ചേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു അമ്മയെപ്പോലെ കുട്ടികളെ കരുതലോടെ കൊണ്ട് നടക്കുന്ന ആളായിരിക്കണം. വിശക്കുന്ന കുട്ടിയാണെന്ന് കാണുമ്പോൾ തലയിൽ തലോടുന്ന ഒരു അമ്മയായി നമ്മൾ മാറണം. ഫീസ് അടക്കാൻ വകയില്ലാതെ കുട്ടി കിടന്ന് കരയുമ്പോ ആ സ്വന്തം പോക്കറ്റിൽ നിന്ന് അവന്റെ ഒരു 200 രൂപ ഫീസ് അടക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം. ഒരിക്കലും എവിടെയും എത്തില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയെ APJ അബ്ദുൽ കലാം പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് തന്നെ സയൻസ് പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചല്ല. അദ്ദേഹം പറയുന്നത് ടെക്നോളജി പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചല്ല. അദ്ദേഹം പറയുന്നത് തന്നെ 10 വയസ്സപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ശ്രീനാരായണൻ എന്നോ മറ്റോ പറയുന്നൊരു നായരെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. APJ അബ്ദുൽ കലാം അദ്ദേഹത്തെ കുറിച്ച് ഇന്റർവ്യൂവിൽ ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞു, നാരായണ അയ്യരാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകൻ എന്ന്. ആ സമയത്ത് കുട്ടികൾ ചോദിക്കുക എന്താ പ്രത്യേകത എന്ന്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബോർഡിൽ ഞങ്ങൾക്ക് പറവകളെ കാണിച്ചിട്ട് ഇത് ആകാശമാണ് എന്ന് പഠിപ്പിച്ചു തരും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് മൂല്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. കടപ്പുറത്തായിരുന്നു ഞങ്ങളുടെ സ്കൂള്. അതുകൊണ്ട് പരുന്തെന്തുകൊണ്ടാണ് ഉയർന്ന് പറക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആ പരുന്തിന്റെ ഇടയിലൂടെ അന്ന് റയറസ്റ്റ് ആയിട്ട് പോകുന്ന ഫ്ലൈറ്റിനെ നോക്കിയിട്ട് ഐ വാണ്ട് ടു ബിക്കം എ പൈലറ്റ്, എനിക്കൊരു പൈലറ്റ് ആകണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഷോൾഡറിൽ തട്ടിയിട്ട് യു വിൽ ബിക്കം എന്ന് തന്റെ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ആക്കിയ ഒരാക്കലുണ്ടല്ലോ. ആ അധ്യാപകനാണ് തന്റെ ജീവിതത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് ശ്രീ APJ അബ്ദുൽ കലാം എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തമ്പ് ഇംപ്രഷൻ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉയർന്നേ പോവുക. സമയമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടികളും ഓരോ പ്രസ്ഥാനമാണ്. നിങ്ങൾ കുടുംബത്തോടൊപ്പം മുന്നോട്ട് പോകണം. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടി എന്നതിന്റെ പേരിൽ നേരത്തെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ ആണുങ്ങളെ ഒഴിവാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്. ഇവിടെ ശ്വേത മേനോൻ എന്ന് പറയുന്ന പ്രശസ്ത നടി ഇവിടെ അതിമനോഹരമായി നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരിപ്പോ സാധാരണ ഒരു നടിയല്ല, അവർ അമ്മ എന്ന് പറയുന്ന താരസംഘടന പ്രസിഡന്റ് കൂടിയാണ്. അവിടെ ഇരുന്ന് അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നത് തന്ത്രത സഹചാരിയായ നിഴല് പോലെ കൂടെ നടക്കുന്ന പ്രിയപ്പെട്ട വെള്ളത്തോളിന്റെ പ്രിയപ്പെട്ട പിൻഗാമി കൂടിയാണ്. അവരുടെ ഭർത്താവാണ്, ശ്രീ എന്ന് നമ്മൾ വിളിച്ചിട്ടുള്ള ആളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ കലഹങ്ങൾ എന്താക്കരുത് നമ്മൾ പോകേണ്ടത്. ഏതൊരു കവിതയുണ്ടല്ലോ അതിമനോഹരമായി അമ്മയെ കുറിച്ചിട്ട് എഴുതിയതാണ് ആ കവിത. ഒരു മകൻ അമ്മയെ കുറിച്ച് എഴുതുമ്പോൾ എത്ര മനോഹരമായിട്ട് എഴുതും. അമ്മ അത് വായിച്ചു നോക്കി. അമ്മയെക്കുറിച്ച് എഴുതിയ മഹാകവിതയിൽ അമ്മ തിരഞ്ഞതെല്ലാം അച്ഛന്റെ പേരായിരുന്നു എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് അമ്മയെക്കുറിച്ച് മകൻ എഴുതിയ മഹാകവിതയിൽ അങ്ങേയറ്റത്തെ കാവ്യത്തിൽ അമ്മ തിരഞ്ഞതെല്ലാം അച്ഛന്റെ പേരായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് എഴുതിയ കവിതയിൽ അച്ഛന്റെ പേരില്ലാതെ
എന്നെക്കുറിച്ച് എഴുതണ്ട എന്ന സന്ദേശമാണ് ആ അമ്മ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. സമയം വൈകിയത് കൊണ്ട് നിർത്തിക്കൊള്ളട്ടെ. ഇത് വീണ്ടും വീണ്ടും ഉയർന്നു പോകണം. നിങ്ങളെല്ലാവരും യശസ്സോടെ ഇതിന്റെ കൂടെ ഉണ്ടാകണം. ഇത് കേവലം ഒരു ബിസിനസ് അല്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരനും ഞാൻ വിദ്യാർത്ഥിയെ പോലെ കാണുന്നവനുമായ ഇതിന്റെ ചെയർമാനും MD-യുമായിട്ടുള്ള പ്രിയപ്പെട്ട ഹാരിസിനെ എല്ലാ ഭാവുകങ്ങളും നൽകുന്നു. കാരണം ഇത് കേവലം ഒരു ബിസിനസ് അല്ല. സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സ്ത്രീകളെ നീതിബോധത്തോടു കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിമനോഹരമായി എടുത്തുയർത്തപ്പെട്ട മനോഹരമായ സബീദത്തിന്റെ പേരാണ്. മുമ്പ് പറഞ്ഞതാണെങ്കിലും ആ കുട്ടിയുടെ കഥ ഒറ്റ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ചെറുപ്പത്തിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത ഒരു പാവം പെൺകുട്ടി, ആ പാവം പെൺകുട്ടി ഇങ്ങനെ പോവുകയാണ് ഗ്രൗണ്ടിലേക്ക്. 7ാം ക്ലാസ്സിലെ തന്റെ സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഓടുമ്പോ ഒരു പാട്ട ഷൂ മാത്രമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. അച്ഛൻ കേവലം ഒരു കൂലിവേലക്കാരനാണ്. ആ കൂലിവേലക്കാരനായിട്ടുള്ള അച്ഛനോട് ഷൂ വാങ്ങിക്കാൻ പറയാനൊരു മടി. കാരണം ആകെ എന്നും കിട്ടുന്നത് 25-30 രൂപ മാത്രമാണ്. ആ സാധുവിന് അതുകൊണ്ട് എങ്ങനെ കഴിയും? അങ്ങനെ ആ പെൺകുട്ടി അത് മിണ്ടിയില്ല. അവസാനം പിന്നെ സ്റ്റേറ്റ് ലെവലിലേക്കുള്ള മത്സരം വന്ന സ്കൂൾ തലത്തില് തന്റെ 14ാമത്തെ വയസ്സിൽ നടന്നിട്ടുള്ള 9ാം ക്ലാസ്സിലെ മത്സരത്തിൽ സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ അച്ഛനോട് കണ്ണീരോടെ സങ്കടത്തോടെ പറഞ്ഞൊരു പേരാണ്. അച്ഛനോട് പറഞ്ഞു, പിതാജി എനിക്ക് നിങ്ങളൊരു ഷൂ വാങ്ങി തരുമോ? എന്താ മോളെ, ഏത് ഷൂവാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഓട്ടത്തിൽ അന്ന് ഏറ്റവും ബെസ്റ്റായി നിൽക്കുന്ന, ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന അഡിഡാസിന്റെ ഷൂ ആണ് ആവശ്യപ്പെട്ടത്. അഡിഡാസിന്റെ ഷൂ വാങ്ങിക്കണമെങ്കിൽ അന്ന് ഏകദേശം 2000-ഓ 2500 ഒക്കെ കൊടുക്കണം. ഈ അച്ഛനാകട്ടെ കൂലി ആകെ 50 രൂപയും 60 രൂപയൊക്കെയാണ്. 2500 രൂപ വില വരുന്ന ഈ പറയുന്ന അഡിഡാസിന്റെ ഷൂ വാങ്ങിക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ആ കുട്ടി തന്റെ സങ്കടം കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അച്ഛൻ പാവം ഒരു ഷൂ വാങ്ങിച്ചു കൊടുക്കുന്നു. അഡിഡാസിനെ പോലെ തോന്നിപ്പിക്കുന്ന വില കുറഞ്ഞ ഒരു ഷൂ, ഒരു വൈറ്റ് ഷൂ. അവിടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ആ കുട്ടി അന്ന് രാത്രിയിൽ സ്കെച്ച് പേന കൊണ്ട് ആ ഷൂവിൽ എഴുതി വെച്ചു, എന്ത്? അഡിഡാസ് എന്ന്. അഡിഡാസിന്റെ ഷൂ അല്ല അത്, അഡിഡാസ് എന്ന് എഴുതി വെച്ചു. ആ കുട്ടി സ്റ്റേറ്റ് മത്സരത്തിലോടി. കാലങ്ങൾക്ക് ശേഷം 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഓട്ട മത്സരത്തിൽ, വേൾഡിലെ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന മത്സരത്തിൽ ഇന്തോനേഷ്യയിൽ പോയിട്ട് ഏഷ്യൻ ഗെയിംസിൽ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാരിയായ പെൺകുട്ടി പിന്നീട് പോയത് എങ്ങോട്ട്? യൂറോപ്പിലേക്ക്. അവിടുത്തെ ഏറ്റവും ടോപ്പ് മത്സരത്തിൽ ലോകത്തിൽ 59 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ ഓടിക്കറങ്ങിയിട്ട് ഇന്നേ വരെ റെക്കോർഡ് തകർത്തിട്ടില്ലാത്ത അവസ്ഥയിലേക്ക് ആ കുട്ടി ഓടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഈ പാവം കുട്ടി ഇങ്ങനെ നിൽക്കാൻ. കരച്ചിൽ ഒരു ഭാഗത്ത്, അച്ഛന്റെ സങ്കടം ഒരു ഭാഗത്ത്, അഡിഡാസിന്റെ സ്വപ്നങ്ങൾ ഒരു ഭാഗത്ത്. ആ സമയത്താണ് ഹിമാദാസിനെ തേടി അഡിഡാസ് കമ്പനി വരുന്നത്. ഇത് ഞാൻ വെറുതെ അതിശയോക്തി പറയല്ല. അഡിഡാസ് കമ്പനി വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് അഡിഡാസിന്റെ അംബാസഡർ ആകാൻ പറ്റുമോ എന്ന്. ഗ്രൗണ്ടിലൂടെ ഓടി ആ പെൺകുട്ടി പിന്നെയും അഡിഡാസ് എന്ന ഷൂവിന്റെ അംബാസഡർ ആക്കിയിട്ട്, ഇവിടെ ഇപ്പൊ ശ്വേതമേനോനെ നിങ്ങളുടെ അംബാസഡർ ആക്കിയതുപോലെ അഡിഡാസിന്റെ അംബാസഡർ ആക്കാൻ പോകുന്ന 18 വയസ്സുകാരിയായ പെൺകുട്ടിയെ, ആ പെൺകുട്ടി എന്ന് ഗ്രൗണ്ടിലൂടെ ഓടി. പത്രക്കാർ ചോദിച്ച ചോദ്യം, മോളെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് എന്നാണ്. അപ്പോഴാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അഡിഡാസിന്റെ ഷൂവില്ലാതെ സ്റ്റേറ്റ് മത്സരത്തിൽ ഓടേണ്ടി വന്നിട്ട് വാങ്ങിച്ചു തന്ന ഷൂവിന് അഡിഡാസ് എന്ന പേര് കൊടുത്തത്. ആ പാവം പെൺകുട്ടി അന്ന് ഓടി. അവസാനം അഡിഡാസ് ഒരു തീരുമാനമെടുത്തു. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് അഡിഡാസിന്റെ ഷൂവിന്റെ കൂട്ടത്തിൽ ഈ അംബാസഡർ പേരും കാണാം. അഥവാ അന്നു മുതൽ അഡിഡാസ് ഒരു തീരുമാനമെടുത്തു, അഡിഡാസ് എന്ന ഷൂവിന് പകരം ഈ പെൺകുട്ടിയുടെ പേരിൽ ഷൂ ഇറക്കണമെന്ന്. ആ ഷൂവിന്റെ പേരാണ് ഹിമാദാസ് എന്ന്. ഈ പെൺകുട്ടിയുടെ പേരിലാണ് പിന്നെ അഡിഡാസ് ഷൂ ഇറക്കുന്നത്. ഈ ഷൂ ഇടാൻ വകയില്ലാത്ത കുട്ടി അഡിഡാസ് എന്ന് പറയുന്ന ഷൂവിന്റെ അംബാസഡറാക്കി. അത് മാത്രമല്ല, പേര് പോലും ഈ ഹിമാദാസ് എന്നാക്കി മാറ്റിയിട്ട് അത്രയും വളർന്നത് പോലെ ഇവിടെ ഇന്ന് ഈ വുമൻസ് യൂണിവേഴ്സിറ്റിയുടെ എന്റെ പ്രിയപ്പെട്ട ഹാരിസന്റെ ഈ മഹാപ്രസ്ഥാനമായിട്ടുള്ള ഇതിന്റെ വക്താക്കളായി മാറുമ്പോ ഹിമാദാസിനെ പോലെ ഉയർന്നു പോകാൻ നമുക്ക് പറ്റണം. നിങ്ങൾ പെൺകുട്ടികളാണ്. എന്തൊക്കെ പറഞ്ഞാലും ആ മൂല്യങ്ങൾ നിലനിർത്താൻ നമുക്ക് പറ്റണം. ഈ സദസ്സ് കാണുമ്പോഴേ നമുക്കറിയാം മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് അതിമനോഹരമായി ഉയരങ്ങളിലേക്ക് കുതിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. ഇന്നത്തെ ഈ മനോഹരമായ ഈ ഉച്ചനേരത്തെ ഈ സമയത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നാളെയുടെ കുട്ടികളെ വാർത്തെടുക്കുമ്പോൾ അത് കുട്ടിയല്ല പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി സമൂഹത്തെ വാർത്തെടുത്തി അവരെല്ലാം ലോകത്തിന്റെ ഏറ്റവും ടോപ്പ് കരിയർ എന്ന അർത്ഥത്തിലുള്ള സോഷ്യൽ റിഫോമർ, അവൻ ഡോക്ടർ ആകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, എന്തുമാകട്ടെ, സോഷ്യൽ റിഫോമർ
ഇവിടെ പ്രിയപ്പെട്ട ശ്വേതാമേനോൻ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്മയുടെ വകയായി ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഓട്ടിസം ബാധിച്ച കുട്ടികളെയും കൂട്ടിക്കൊണ്ടൊരു പരിപാടി നടത്തണമെന്ന്. അതേപോലെ തന്നെ വിമൺസിനെ കൂട്ടിക്കൊണ്ട് വിധോസിനെ അഥവാ വിധവകളെ കൂട്ടിക്കൊണ്ടൊരു പരിപാടി അമ്മയുടെ കെയറോഫിൽ നടത്തണമെന്ന് അവരതൊക്കെ സമ്മതിച്ചു പോയിട്ടുണ്ട്. നടത്തുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര മനോഹരമായിരിക്കും. കേരളത്തിലെ മുഴുവൻ ഓട്ടിസം ബാധിച്ച കുട്ടികൾ 10,000-കണക്കിനുണ്ട്. ആ കുട്ടികളെ മുഴുവൻ ഇങ്ങനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സദസ്സിൽ ഇരുത്തിക്കൊണ്ട് ഭരത് മമ്മൂട്ടി അതിനെ ഉദ്ഘാടനം ചെയ്യുന്ന ആ സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായിരിക്കണം നമ്മുടെ മനസ്സിലും. നമ്മൾ ഏത് ലോകത്തേക്ക് പോയാലും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള, സൊസൈറ്റിയെ വായിക്കുന്ന, രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള, ലോകത്തെ സ്നേഹിക്കുന്ന മഹാപുരുഷന്മാരായി മഹാസ്ത്രീകളായി നമ്മൾ ഓരോരുത്തരും മാറത്തെ. വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് ഹാരിസിനും അദ്ദേഹത്തിന്റെ അംഗങ്ങൾക്കും ഇവിടെയുള്ള ടീച്ചേഴ്സിനും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വപ്നങ്ങൾ കണ്ട് വളർന്നേ പോവുക. Dreams are the most powerful energy. Aim the sky. You can reach on the top of the tree. If you aim the tree, you can live on the earth. Have a nice day, all of you.